നമുക്ക് ഇന്നൊരു പുണ്യഭൂമി സന്ദർശിക്കാം കേട്ടോ. സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് ഓർത്തഡോക്സ് ചർച്ച്. അങ്ങനെ പറഞ്ഞാൽ എല്ലാവർക്കും അറിയണമെന്നില്ല, എന്നാൽ പിന്നെ എല്ലാവർക്കും അറിയാവുന്ന ഒരു പേര് പറയാമേ, നമ്മുടെ സ്വന്തം പരുമലപ്പള്ളി. പത്തനംതിട്ട ജില്ലയിലെ പരുമല എന്ന ദ്വീപിൽ പമ്പാ നദിയോട് അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു ക്രൈസ്തവ ദേവാലയവും പ്രമുഖ തീർത്ഥാടന കേന്ദ്രവുമാണ് പരുമലപ്പള്ളി. അത്ഭുതങ്ങളുടെ വറ്റാത്ത ഉറവയായ ഈ ദേവാലയത്തിനുള്ളിൽ പരിശുദ്ധനായ പരുമല തിരുമേനി അന്ത്യവിശ്രമം കൊള്ളുന്ന കബറിടം സ്ഥിതി ചെയ്യുന്നു. ആരാണ് പരുമല തിരുമേനി? അറിയാത്തവർക്കായി പറയാം. 1848 ജൂൺ 15 മുളന്തുരുത്തി ചാത്തുരുത്തി ഭവനത്തിൽ കൊച്ചുമത്തായി മറിയം ദമ്പതികളുടെ ഇളയ മകനായി പരുമല തിരുമേനി എന്ന കീർത്തിനാമം ലഭിച്ച ഗീവർഗീസ് മാർ ഗ്രിഗോറിയോസ് ജനിച്ചു. കുര്യൻ, വർക്കി, ഏലി, മറിയം എന്നിവർ ഇദ്ദേഹത്തിന്റെ സഹോദരങ്ങളായിരുന്നു. മുളന്തുരുത്തി പള്ളിയിൽ വെച്ച് ഗീവർഗീസ് എന്ന പേരിൽ മാമോദിസ ഏറ്റു. ഏറ്റവും ഇളയ കുട്ടിയായതിനാൽ മാതാപിതാക്കൾ തിരുമേനിയെ കൊച്ചൈപ്പോര എന്നാണ് വിളിച്ചിരുന്നത്. പക്ഷേ ഗീവർഗീസിന് 2 വയസ്സ് തികയും മുമ്പ് അമ്മ മരിച്ചതിനാൽ മൂത്ത സഹോദരിയായ മറിയത്തിന്റെ സംരക്ഷണത്തിലാണ് കൊച്ചൈപ്പോര പിന്നീട് വളർന്നത്. പഠിത്തത്തിൽ അസാമാന്യ കഴിവുകൾ പ്രകടിപ്പിച്ച കൊച്ചൈപ്പോര പ്രാഥമിക വിദ്യാഭ്യാസാനന്തരം വേദശാസ്ത്രവും സുറിയാനിയും പഠിച്ചു. 9ാം വയസ്സിൽ തന്നെ ഷെമാശ സ്ഥാനത്തിൽ ആദ്യപടിയായ കൂറോയോ പട്ടം സ്വീകരിച്ചു. 18ാം വയസ്സിൽ വൈദിക സ്ഥാനവും തുടർന്ന് കോർ എപ്പിസ്കോപ്പ സ്ഥാനവും ലഭിച്ചു. 1876 ഡിസംബർ 10 ഗീവർഗീസ് മാർ ഗ്രിഗോറിയോസ് എന്ന പേരിൽ വടക്കൻ പറവൂർ പള്ളിയിൽ വെച്ച് മെത്രാപ്പോലിത്തയായി വാഴിക്കപ്പെട്ടു. 29ാം വയസ്സിൽ, ഏറ്റവും പ്രായം കുറഞ്ഞ വയസ്സിൽ മെത്രാപ്പോലിത്ത ആയതിനാൽ അദ്ദേഹം കൊച്ചു തിരുമേനി എന്നും അറിയപ്പെട്ടു. നവംബർ 2 54ാം വയസ്സിൽ കാലം ചെയ്ത മാർ ഗ്രിഗോറിയോസിനെ പരുമലപ്പള്ളിയുടെ മധ്യയോട് ചേർന്ന് പ്രത്യേക കബറിടത്തിൽ കബറടക്കി. 1947 നവംബർ 2 പരിശുദ്ധനായി പ്രഖ്യാപിച്ച അദ്ദേഹത്തിന്റെ ഓർമ്മ പെരുന്നാൾ എല്ലാ വർഷവും നവംബർ 1, 2 തീയതികളിൽ സഭ ആചരിക്കുന്നു. അദ്ദേഹത്തിന്റെ ഭക്തിയിലും വിശുദ്ധ ജീവിതത്തിലും അനേകർ ആകൃഷ്ടരാവുകയും അദ്ദേഹം പരുമല തിരുമേനി എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങുകയും ചെയ്തു. പരുമല സെമിനാരിയുടെ സമീപം ആരാധനയ്ക്കായി ഉണ്ടാക്കിയ താൽക്കാലിക കെട്ടിടത്തിന്റെ സ്ഥാനത്താണ് മനോഹരമായ ദേവാലയം അദ്ദേഹം പണികഴിപ്പിച്ചത്. അഭിമുഖമായി ദയ നിൽക്കണമേ, ദുഷ്ടപ്പടയിൽ നിന്നും കാത്തിടട്ടെ നിൻ ശ്രീബ. ദ്യുതിയുളവായി ദ്യുതിയുദയം ചെയ്തൻ കർത്താവേ, കൂരിരുൾ നീങ്ങുമ്പോൾ നിന്നെ കൂപ്പുന്നു ഗഗനം ധരയന്നീ. ദ്രുതമുണ്ടായൊരു സോദരിമാ നീരിന്മീതേ വാനിട
പരിശുദ്ധന്റെ മധ്യസ്ഥതയാൽ അനേകർക്ക് ലഭിച്ച അത്ഭുതങ്ങൾ. ഒരു അമ്മ തന്റെ അഗാധമായ രോഗിയായ മകനെ കൊണ്ടുവന്ന് പരിമലപ്പള്ളിയിൽ പ്രാർത്ഥിച്ച ശേഷം തിരുമേനിയുടെ കല്ലറയെ സ്പർശിച്ച ശേഷവും ആ കുട്ടിക്ക് ആശ്വാസം കിട്ടു എന്നാണ് വിശ്വാസികളുടെ സാക്ഷ്യം. അടുത്തതായി സ്വപ്നങ്ങൾ വഴിയുള്ള സന്ദർശനം. ഒരു സ്ത്രീ കടുത്ത വിഷാദത്തിലിരിക്കുമ്പോൾ തിരുമേനി സ്വപ്നത്തിൽ ഞാൻ നിന്നെ കൈവിട്ടിട്ടില്ല എന്നതുപോലുള്ള വാക്കുകൾ പറയുകയും ചെയ്തു. അതിനുശേഷം ആ സ്ത്രീയുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിച്ചു. ഇതുകൂടാതെ ഒരുപാട് പേർക്ക് തിരുമേനിയുടെ മധ്യസ്ഥതയാൽ ലഭിച്ച അനുഗ്രഹങ്ങളും സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. ദൈവസന്നിധിയിൽ ചേർക്കപ്പെട്ടുവെങ്കിലും ഇന്നും പരിശുദ്ധനായ പരിമല തിരുമേനിയുടെ മധ്യസ്ഥതയാൽ അനേകാര്യങ്ങൾക്ക് ധാരാളം അനുഗ്രഹങ്ങൾ ലഭിച്ചുകൊണ്ടേയിരിക്കുന്നു. നമുക്കും ലഭിക്കട്ടെ എന്ന് ആശംസിക്കുന്നു.